പൊതുജനങ്ങളെ മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിലും 2020 പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയിലും എനിക്കുണ്ട്. കിറ്റക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിന്റെ നിയമങ്ങളനുസരിച്ച്, ഇന്ത്യയിലെ നിയമങ്ങളനുസരിച്ച്, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആക്ട് അനുസരിച്ച്, സെബിയുടെ നിയന്ത്രണങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് ലിസ്റ്റഡ് കമ്പനിയാണ്. ഏതാണ്ട് 20 കോടിയോളം ഷെയർ ഇതിനകത്തുണ്ട്. 1 ലക്ഷത്തിലധികം ഷെയർ ഹോൾഡേഴ്സുമുള്ള കമ്പനിയാണ്. നമുക്കറിയാം, ഏത് ഒരു പബ്ലിക് ലിമിറ്റഡ് ലിസ്റ്റഡ് കമ്പനിയും സെബിയുടെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെയും കർശനമായിട്ടുള്ള നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും മാത്രം പ്രവർത്തിക്കുന്നതാണ്. അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നിയമലംഘനങ്ങൾ ഉണ്ടായാൽ ആ കമ്പനി അടച്ചുപൂട്ടേണ്ടതായിട്ട് വരും. ഇതിന് പുറമെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് ഇന്ന് ലോകത്തിലെ തന്നെ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഓഡിറ്റിംഗ് കമ്പനിയാണ് ഈ കിറ്റക്സ് ഗാർമെന്റ്സിന്റെ ഓഡിറ്റർ എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമാണെന്നും നിയമാനുസൃതമാണ് എന്നും അവര് സർട്ടിഫൈ ചെയ്ത് പൊതുജനങ്ങളെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സർട്ടിഫൈ ചെയ്ത ബാലൻസ് ഷീറ്റുകളാണ് ഓരോ ക്വാർട്ടറിലും പുറത്തുവിടുന്നതും വർഷ അവസാനം ബാലൻസ് ഷീറ്റായിട്ട് പുറത്തു വരുന്നതും. അത് പൊതുജനങ്ങൾക്കും ഇതിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഓഹരി ഉടമകൾക്കും അത് പരിശോധിക്കാനും ചോദ്യം ചെയ്യാനും ആയിട്ടുള്ള നിയമം അനുശാസിക്കുന്നുണ്ട്. കഴിഞ്ഞ 33 വർഷക്കാലമായിട്ട് ഈ പ്രക്രിയ കൃത്യമായിട്ട് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ 33 വർഷത്തെ ചരിത്രത്തിനുള്ളിൽ ഇതുവരെ പുറത്തുവിട്ട ഒരു ബാലൻസ് ഷീറ്റുകളിലും കമ്പനി ഏതെങ്കിലും രീതിയിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നോ, ഏതെങ്കിലും ടാക്സ് വെട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നോ, അങ്ങനെ കണ്ടെത്തിയതായിട്ടോ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയതായിട്ടോ ഒരു സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു പരാതിയും ഇന്ന് വരെ സെബിയിലോ രജിസ്ട്രാർ ഓഫ് കമ്പനീസിലോ അല്ലെങ്കിൽ ഇതിലെ ഷെയർ ഹോൾഡേഴ്സോ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ മുതൽ ചില ചാനലുകൾ, ചില രാഷ്ട്രീയ പാർട്ടികളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് ഒരു കമ്പനിയെ തന്നെ അല്ലെങ്കിൽ ഇത്രയും പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തെ തന്നെ നശിപ്പിക്കാനായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ഷെയർ ഹോൾഡേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള രീതിയിൽ തെറ്റായിട്ടുള്ള ഒരു വാർത്തകൾ കൊടുക്കുന്നത്. ഒരു കമ്പനി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ, അത് പ്രത്യേകിച്ച് 100% എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ, നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ GST ഡിപ്പാർട്ട്മെന്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, കസ്റ്റംസ്, ഡയറക്ടർ ഓഫ് ഇമ്പോർട്ട്സ്, അപ്പോൾ അങ്ങനെ തുടങ്ങി വിവിധ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസുമായിട്ട് നമുക്ക് ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ മാസങ്ങളിലും ക്വാർട്ടറുകളിലും വർഷാവസാനവും വിവിധ റിട്ടേണുകൾ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഫയൽ ചെയ്യുന്ന കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും ചില സംശയങ്ങൾ, കൊറികൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സ്ഥിരമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് അവരുടെ അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ക്ലാരിറ്റി ഉറപ്പുവരുത്തുന്നതിന് കമ്പനിയുടെ ഇടപാടുകളിൽ ഓരോ കാര്യത്തിലും ഏതെങ്കിലും രീതിയിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ക്ലാരിറ്റി അവർ ആവശ്യപ്പെടും, അത് കൊടുക്കുകയും ചെയ്യും.
ഇപ്പൊ ഇന്നലെ റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടർ ആണെന്ന് പറഞ്ഞ് എന്നെ രാത്രി വിളിക്കുകയുണ്ടായി. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ED സമൻസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ പേരിൽ എന്തോ അന്വേഷണം നടക്കുന്നുണ്ട്, ആ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടല്ലേ നിങ്ങൾ NDA-മായിട്ടൊരു സഖ്യമുണ്ടാക്കിയത് എന്നല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി പോലും എനിക്കറിയില്ല. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് ഇങ്ങനെ ഏതെങ്കിലും നോട്ടീസുകൾ ED-യിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആണ് മനസ്സിലായത്, കഴിഞ്ഞ വർഷം മെയ് മാസം 25 മെയ് മാസം ED ചില ഡോക്യുമെന്റ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോ സാധാരണ രീതിയിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അത് പ്രൊവിഡന്റ് ഫണ്ട് ആയിക്കോട്ടെ, ESI ആയിക്കോട്ടെ, ഇൻകം ടാക്സ് ആയിക്കോട്ടെ, GST ആയിക്കോട്ടെ, ഒരു ഫാക്ടറി എന്ന് പറയുമ്പോൾ, ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതിന്റെ മാനേജർ എന്ന് പറയുന്നത് മാനേജിംഗ് ഡയറക്ടറാണത്. അപ്പൊ ഇങ്ങനെയുള്ള ഏതൊരു കമ്മ്യൂണിക്കേഷനും മാനേജിംഗ് ഡയറക്ടറെ സാബു ജേക്കബിനെ അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കും വരുന്നത്. ആ വരുന്ന നോട്ടീസുകൾ സാധാരണ രീതിയിൽ അതാത് ഡിപ്പാർട്ട്മെന്റുകൾ, ഇപ്പൊ കസ്റ്റംസിന്റെ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റംസ് ഹാൻഡിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ അടുത്ത് പോകും, അവരതിനുള്ള ഉത്തരങ്ങൾ കൊടുക്കും. GST സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ GST ഹാൻഡിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് പോകും. ഇവിടെ ED ഇങ്ങനെയുള്ള ക്ലാരിഫിക്കേഷൻ അവർ ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, കഴിഞ്ഞ 5 വർഷം കിറ്റക്സ് ഗാർമെന്റ്സിന്റെ ബാലൻസ് ഷീറ്റ് ആണ് ചോദിച്ചത്. അതുകൂടാതെ ഏതെങ്കിലും എമൗണ്ടുകൾ, അതായത് ഇവിടെ നിന്ന് കയറ്റി അയക്കപ്പെട്ട വസ്ത്രങ്ങളുടെ പേയ്മെന്റ് അല്ലെങ്കിൽ അതിനുള്ള എമൗണ്ട് കിട്ടാനായിട്ടുണ്ടോ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ രീതിയിൽ ഏത് സാധനങ്ങളും ഇവിടെ നിന്ന് ഒരു വിദേശ രാജ്യത്തേക്ക് കയറ്റി അയക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കയറ്റി അയക്കപ്പെട്ടതിൽ അന്നു മുതൽ 180 ദിവസത്തിനുള്ളിൽ അതിന്റെ പേയ്മെന്റുകൾ കിട്ടിയിരിക്കണം. ഒരു ദിവസം വൈകിയാൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കും. അതുകൊണ്ട് തൂക്കിക്കൊല്ലുന്ന ഒരു വിഷയമോ ജയിലിലടയ്ക്കുന്ന ഒരു വിഷയമോ ഒന്നുമില്ല. അതായത് ഗവൺമെന്റ് ഉറപ്പാക്കണം ഇവിടെ നിന്ന് നടത്തുന്ന കയറ്റുമതികൾ കൃത്യമായിട്ടാണ് പോയിരിക്കുന്നത്, ആ കയറ്റി അയച്ച സാധനത്തിന്റെ തുക കൃത്യമായിട്ടും ഇവിടെ കിട്ടിയിട്ടുണ്ടോ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.